കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം, കോൺഗ്രസ് ഭരണഘടന, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു വ്യക്തിക്കും കോൺഗ്രസിൻ്റെ ഭാഗമാകാം. അതിനകത്ത് എന്ത് തർക്കമുള്ളത്? അത് ശ്രീ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതല്ലേ അതിൻ്റെ ശരിയായ രീതി. അതായത് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രയും ഭരണഘടനയും, ഇത് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരാളുടെ അടിസ്ഥാന മാനദണ്ഡം കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിൻ്റെ ഭരണഘടനയും അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന ആർക്കും ഈ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകനാകാനുള്ള സ്വാതന്ത്ര്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VP ദുൽഫിക്കൽ പറഞ്ഞത് നാറിവനെ പേറിയവനും നാറു എന്നുള്ളതാണ്. ഈ ശശിയെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചാനൽ ചർച്ചകൾ ശശിയുടെ തീവ്രത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? അല്ല, ഒന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടല്ലത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വിഷയത്തെ പറ്റിയിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം പറയാനും കഴിയില്ല. ഇപ്പോൾ പറയുന്നത് ഒരു അഭിപ്രായം പറയുന്നത് വളരെ ഇമ്മച്ചുവേർഡായിരിക്കും. കാരണം കോൺഗ്രസിൽ ചേരണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് സംസാരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഒരു വേദിയിൽ, പൊതുവായ വേദിയിൽ വന്നു. ഇനി അത് മാത്രമല്ല, നിങ്ങൾ അതിൽ അങ്ങനെ പരിമിതപ്പെടുത്തണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ വരാൻ പോവുകയല്ലേ. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന് തന്നെ നിങ്ങളിപ്പം ഇത്രയും ഹാലിളകുകയാണ് എങ്കിൽ, ഇത്ര വലിയ വാർത്തയാവുകയാണ് എങ്കിൽ, അപ്പം ബാക്കിയുള്ള ചിത്രം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സർപ്രൈസ് സെൻ്ററുകൾ പാലക്കാട് നിന്നുണ്ടാകും. അതായത് വി കെ ശ്രീകണ്ഠനും ഇക്കാര്യം പറഞ്ഞിരുന്നു, പല നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് സ്വപ്നലോകത്തെ ബാലഭാസ്കരനാണ് വി കെ ശ്രീകണ്ഠൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നത്. ഇതുപോലെ പറഞ്ഞതായിരുന്നല്ലോ, സർവേയിലും ഒക്കെ 3-ാം സ്ഥാനത്തായിരിക്കുമെന്ന് പറഞ്ഞ് CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച ആളുകളെ പരാജയപ്പെടുത്തിയിട്ടല്ലേ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നത്. അത് സ്വപ്നലോകം അല്ലല്ലോ, അതൊരു യാഥാർത്ഥ്യ ലോകമാണല്ലോ, ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണല്ലോ. പിന്നെ ജില്ലാ സെക്രട്ടറി തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പങ്കുവച്ചിരുന്നല്ലോ, അത് നടന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ ഈ അടുത്ത കാലത്തായിട്ടൊന്നും പൂവണിയാത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അദ്ദേഹമായിട്ടൊരു വാദപ്രതിവാദത്തിനില്ലല്ലോ. നിങ്ങൾ കാണാൻ പോകുന്ന, അനുഭവിച്ചറിയാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ശശിക്കെതിരെ മുമ്പ് പറഞ്ഞൊക്കെ റദ്ദ് ചെയ്യുന്നു എന്നാണോ ഇതിന് അർത്ഥം? ആ വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ സമയത്ത് മാത്രം ആലോചിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അന്നേരം മാത്രം ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. അത് അന്നേരം നമുക്ക് ആലോചിച്ചിട്ട് പറയാം. അതൊരു രാഷ്ട്രീയ നേതാവ് കുറെ കാലമായിട്ട് MLA ആയും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന PK ശശി വന്നാൽ അത് ഈ പാർലമെന്ററി രംഗത്തും എല്ലാം ഗുണം ചെയ്യും എന്നാണോ വിലയിരുത്തുന്നത്? ഒരുപാട് ആളുകളുടെ വരവുണ്ടാകാൻ പോകുന്നു. കാരണം CPM-നകത്ത് പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഇപ്പം നമ്മൾ ഈ ലാവയൊക്കെ പൊട്ടി ഒഴുകുന്നതിന് മുമ്പുണ്ടാകുന്ന ചില അസ്വസ്ഥതകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു അഗ്നിപർവ്വതം കണക്കെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ CPM-നകത്ത് പുകയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനകീയരായ ഒരുപാട് ആളുകൾ ജനകീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരും. ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിക്ടറി ഈ ത്രിതല പഞ്ചായത്തിലും അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിരിക്കുന്നൊരു വാക്കുണ്ട്. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പർ സീറ്റുകളുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടേത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജില്ലയിൽ നിന്നുള്ള MP-യും ജില്ലയിൽ നിന്നുള്ള MLA നിലയിൽ ഞാനടക്കമുള്ള ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും സംസ്ഥാന UDF നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പറുമായിട്ട് ഞങ്ങൾ വരും. അതിന് സഹായകമാകുന്ന ഒരുപിടി ആളുകൾ വരും ദിവസങ്ങൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ശക്തമായ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായ PJ കുര്യനെ വരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഭയങ്കര മോശമല്ലേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യമുണ്ടല്ലോ. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടന, ആ യുവജന സംഘടനയുടെ ഇപ്പം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. എൻ്റെ വ്യക്തിപരമായൊരു പ്രൊഫൈൽ അവതരിപ്പിക്കുകയല്ല. ഒരു സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം മാത്രം ഞാൻ 4 തവണ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഏതെങ്കിലും കാലത്ത് സംസ്ഥാന അധ്യക്ഷന്മാർക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്താ, മുൻകാലങ്ങളിൽ അധ്യക്ഷന്മാർ മോശമായതുകൊണ്ടല്ലോ. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള സർക്കാരിൻ്റെ വേട്ടയാടൽ, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ സർക്കാരിൻ്റെ വേട്ടയാടൽ ഉണ്ടാകുന്ന കാലം. എൻ്റെ പേരിൽ നിങ്ങൾ പല മാധ്യമങ്ങൾ, ഇവിടെ പ്രിൻ്റ് മാധ്യമങ്ങളുണ്ടല്ലോ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എത്ര കേസുകളാണ് കൊടുത്തത് നിങ്ങൾ കണ്ടതല്ലേ? ഞാനായിരിക്കും ചിലപ്പോൾ കേസുകളുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നയാൾ. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ 200-300 കേസുള്ള സഹപ്രവർത്തകർ എനിക്കുണ്ട്. അപ്പോൾ അവരൊക്കെ തെരുവിൽ നടത്തുന്ന പോരാട്ടം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്.